ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിൽ ഇ ഡി പരിശോധന എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വസതിയിലടക്കം പരിശോധന നടക്കുന്നു. കേരളത്തിന് പുറത്തും പരിശോധന നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചെന്നൈയിലും ബെല്ലാരിയിലും ഒക്കെ പരിശോധനയുണ്ട് എന്ന് കേൾക്കുന്നു. ഷീജ എന്നോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഇ ഡി നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പ്രധാനമായും എവിടെയൊക്കെയാണ് ഈ പരിശോധന? തീർച്ചയായും മനു, ഏതായാലും ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അതിന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യാപകമായി തന്നെ പലയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അല്പസമയം മുമ്പാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയതും അതിന്റെ പരിശോധന ആരംഭിച്ചതും. ആ പരിശോധന തുടരുക തന്നെയാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ വീട്ടിൽ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ ഇ ഡി സംഘം എത്തി. പക്ഷേ ഇപ്പോഴും അവർ വീടിന് മുന്നിൽ നിൽക്കുകയാണ്. വീട്ടിൽ ആരും ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അവർ എത്തിയതിനു ശേഷം അകത്തുള്ള പരിശോധന ആരംഭിക്കും എന്നുള്ളതാണ് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ നിലവിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന എ പത്മകുമാർ, അതോടൊപ്പം തന്നെ കെ വാസു തുടങ്ങിയവരുടെ വീടുകളിലും സമാനമായ രീതിയിൽ തന്നെ ഇ ഡിയുടെ പരിശോധന പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് പുറത്തും കണ്ണികളുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകം തന്നെ നിലവിൽ SIT അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇ ഡിയുടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ആ രീതിയിൽ ഇന്നു മുതൽ വ്യാപക പരിശോധന നടത്തി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് ഇ ഡി കൂടി കടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു പരിശോധന ഇന്ന് ഒരേ സമയത്ത് തന്നെ പലയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പരിശോധന ഇ ഡി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മറ്റു ഫയലുകളും കാര്യങ്ങളുമൊക്കെ കോടതി മുഖാന്തരം ഇ ഡി കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ ഒരു തുടർന്നുള്ള പരിശോധനയിലേക്ക് കൂടി ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഏതായാലും പ്രധാനമായും പലയിടങ്ങളിലും ഒരേ സമയത്ത് തന്നെ ഇ ഡിയുടെ ഈ ഒരു പരിശോധന ഏകദേശം കേരളത്തിനകത്തും പുറത്തുമായി ഏകദേശം 21 ഇടങ്ങളിൽ ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടക്കുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, ഒപ്പം തന്നെ പത്മകുമാർ, എൻ വാസു തുടങ്ങിയവരുടെ വീട്, ബെല്ലാരി, ചെന്നൈ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ ഇടങ്ങളിൽ ഏകദേശം 21ഓളം സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നു. അല്ലേ ഷീജ? തീർച്ചയായും വിവിധയിടങ്ങളിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 21 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ഒരു പരിശോധന പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലുള്ളത് 11 പേരാണ്. അപ്പോൾ ഈ 11 പേരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ പരിശോധന സമാനമായ രീതിയിൽ തന്നെ നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് അത് കേരളത്തിനകത്ത് മാത്രമല്ല, നമുക്കറിയാം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരിയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് പങ്കജ് ഭണ്ഡാരിയുടെ വീട്, അതോടൊപ്പം തന്നെയാണ് ഗോവർദ്ധൻ, ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഈ കട്ട സ്വർണം ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗോവർദ്ധൻ എന്ന് പറയുന്നത്. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ഇടങ്ങളിൽ അടക്കം ഈ പരിശോധന ഇ ഡി നടത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും അതിന്റെ ഭാഗമായി 21 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഇ ഡിയുടെ ഈ ഒരു പരിശോധന പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. മനു, അതിൽ തന്ത്രിയുടെ വസതിയിൽ പരിശോധനയുണ്ടോ ഷീജ? അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നേരത്തെ SIT അവിടെ പരിശോധന നടത്തിയതാണല്ലോ, ഇ ഡി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ? സ്വാഭാവികമായും തന്ത്രിയുടെ വീട് കേന്ദ്രീകരിച്ചുകൂടി പരിശോധനയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ അതിൽ ഒരു വ്യക്തത നമുക്ക് നൽകാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഉള്ള പ്രതികൾ ആരൊക്കെയാണോ ആ പ്രതികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ ഒരു പരിശോധന അത് തന്നെയാണ് ഇപ്പോൾ SIT ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. മനു, ഒരേ സമയം തന്നെ വിവിധ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് ഈ 21 ഇടങ്ങളിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഇ ഡിയുടെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം അല്പസമയം മുമ്പാണ് ഈ എല്ലാ ഇടങ്ങളിലും ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും ഒരേ സമയത്ത് തന്നെ പരിശോധന നടത്തുക, അതാണ് നിലവിൽ ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് ഒരേ സമയം തന്നെ എല്ലാ ഇടങ്ങൾ കേന്ദ്രീകരിച്ചും ഏകദേശം 21 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു പരിശോധന പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ആ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.
ഇവിടെ ഷീജ, ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ഇവിടെ സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ചാളുകളുടെ പേരാണ് എസ് ഐയുടെ മുമ്പിലുള്ളത്. അതിലൊന്ന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവർ. പിന്നെ ഇപ്പോൾ തന്ത്രിക്ക് ഈ വാജി വാഹനം കൈമാറി തന്ത്രി അത് വെച്ചൊക്കെ കാശുണ്ടാക്കിയെന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പോൾ അവരിലേക്കായിരിക്കുമോ പ്രധാനമായും ഇ ഡിയുടെ കൈകൾ എത്തേണ്ടത്? കാരണം കള്ളപ്പണം വെളുപ്പിക്കലാണല്ലോ ഇ ഡിയുടെ പരിധിയിലേക്ക് വരുന്ന സാധനം എന്ന് പറയുന്നത്. തീർച്ചയായും ഇതിൽ ഏത് രീതിയിലാണ് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെയാണ് ഇതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇ ഡിയുടെ പരിശോധനയിലേക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം, കൂടുതൽ പരിശോധനകൾ നടക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന മറ്റു രണ്ടുപേർ, അതായത് SIT കണ്ടെത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന സംഘമുണ്ട്, മൂവർ സംഘം എന്നാണ് അതിൽ SIT വ്യക്തമാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഇവർ മൂന്നുപേരും കൃത്യമായ രീതിയിൽ ഇതിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് SIT നടത്തുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇ ഡി കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. പ്രധാനമായും ആ രീതിയിൽ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇ ഡി അന്വേഷണം മുന്നോട്ട് പോകുന്നത്, ഇ ഡിയുടെ ഈ ഒരു റെയ്ഡ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറ്റിടങ്ങളിലേക്ക് കൂടി, പ്രത്യേകിച്ചും തന്ത്രിയുടെ വീട്ടിലേക്ക് അടക്കം ഈ ഒരു പരിശോധന നീളുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അതിൽ കൂടി വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും പ്രധാനമായും 21 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇ ഡിയുടെ ഈ ഒരു റെയ്ഡ് പുരോഗമിക്കുന്നത് എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ ചെന്നൈയും ബംഗളൂരു, ബെല്ലാരിയൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ, ബെല്ലാരിയാണെങ്കിൽ സ്വാഭാവികമായും ഈ സ്വർണം വാങ്ങിയ ഗോവർദ്ധന്റെ ജ്വല്ലറി, ഗോവർദ്ധന്റെ വീട്, ഇപ്പോൾ ചെന്നൈയിൽ നമ്മുടെ സ്മാർട്ട് ക്രിയേഷൻസ്, പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരുടെ ഓഫീസ്, മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ? തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. ഇവിടെ നിലവിൽ ഈ കേരളത്തിന് പുറത്തേക്ക് കടക്കുമ്പോൾ പ്രധാനമായും ഒന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെ വീട് കേന്ദ്രീകരിച്ച്, അതിനൊപ്പം തന്നെ ബംഗളൂരുവിലേക്ക് കടക്കുമ്പോൾ ബംഗളൂരുവിലെ വ്യവസായിയായിട്ടുള്ള ഗോവർദ്ധന്റെ റുദ്ധം ജ്വല്ലറി, അതോടൊപ്പം തന്നെ ഗോവർദ്ധന്റെ വീട് അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഈ ഒരു റെയ്ഡ് അത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. കാരണം ഒരേ രീതിയിൽ ഒരേ സമയത്ത് തന്നെ എല്ലാ ഇടങ്ങളിലും പരിശോധന നടത്തുക, റെയ്ഡ് നടത്തുക എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡിയുടെ സംഘം പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. മനു, ഷീജ, അപ്പോൾ ഈ ദേവസ്വം ബോർഡിൽ എത്ര ഉദ്യോഗസ്ഥരുടെ സംഘമാണ് വന്നിരിക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? എത്ര ഉദ്യോഗസ്ഥരുടെ സംഘമാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വ്യക്തതയില്ല. സ്വാഭാവികമായും ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് കയറുന്ന ഗേറ്റിന് മുൻവശത്താണ്. ആ ഗേറ്റ് ഇവിടെ മുൻവശത്ത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ കർശനമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഉള്ളിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘങ്ങളായി ഉദ്യോഗസ്ഥർ തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിവിധ ഇടങ്ങളിൽ ഉള്ള പരിശോധന അവർ നടത്തുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും 4 മുതൽ 5 ഉദ്യോഗസ്ഥർ വരെ ഈ ഒരു സംഘങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. മനു.